എൻ്റെ പേര് സ്വാതി രാജീവ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒല്ലൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ഡിസംബർ 14 2022 ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 28 എൻ്റെ മോൾക്ക് ഫിക്സ് വന്നു. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി. 1 മണിക്കൂറിൽ 5-6 തവണ അല്ലെങ്കിൽ അതിലും കൂടുതൽ തവണ ഫിക്സ് വരാൻ തുടങ്ങി. എന്നിട്ട് ICUലേക്ക് കയറ്റി. ആദ്യം ചെറിയൊരു ICUലേക്കാണ് കയറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞു, ഡോക്ടർമാർ വന്ന് പറഞ്ഞു, അവളെ കുട്ടിക്ക് ഫിക്സ് ഇല്ല, ഇത് ഫിക്സിൻ്റെ ഇത് നല്ല കാണിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇറക്കി. അത് കഴിഞ്ഞ് അവൾ ഉറങ്ങുമ്പോൾ ഫിക്സ് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് മെയിൻ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മെയിൻ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, കുട്ടിക്ക് സഡേഷൻ ചെയ്തിടേണ്ട വരും. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫിക്സ് വരണ കാരണം നമുക്ക് 3 ദിവസം സഡേഷൻ ചെയ്തിട്ട് നോക്കാം. സഡേഷൻ ചെയ്ത് നോക്കിയിട്ടും ഫിക്സ് വരാണെങ്കിൽ നമുക്ക് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എന്തായാലും വെൻറ്റിലേറ്ററിലേക്ക് എൻ്റെ മോളാക്കരുത്, എനിക്കത് കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ല. മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. വരണ വഴിയിലൊക്കെ എൻ്റെ മോള് എല്ലാ പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ കാണുമ്പോൾ അവളെന്നോട് പറയും, അമ്മ പ്രാർത്ഥിക്കണില്ലേ എന്നൊക്കെ. ഞാൻ ഇവളെ മാത്രമാണ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അമ്മ പ്രാർത്ഥിക്കണില്ലേ എന്ന് പറഞ്ഞിട്ട് അവളെല്ലാ പള്ളികളിലും അമ്പലങ്ങളും കാണുമ്പോൾ അവൾ തൊട്ടുമുത്താൻ തുടങ്ങി. അവൾ ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ചിട്ടൊക്കെയാണ് അവൾ ആശുപത്രിയിലേക്ക് പോണത്. ആശുപത്രിക്ക് ഇറങ്ങണ വഴിക്ക് ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ചെറിയൊരു രൂപ മേടിച്ചിട്ടുണ്ട്, അതിലൊക്കെ കാശൊന്നും ഉണ്ടായിരുന്നില്ല അധികം. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നീയും എൻ്റെ കൂടെ പോരണം, ഞാൻ തന്നെ പോണില്ല, നീയും എൻ്റെ കൂടെ പോരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു 8-8:30 സമയത്താണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാത്രി കുറേ നേരമൊക്കെ ഞങ്ങൾ വരാന്തയിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ. എന്നിട്ട് മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ മോൾക്കൊന്നും വരത്തരുതേ. കുറേ തവണ ഫിക്സ് വന്ന കാരണം ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട്, ബ്രെയിന് വന്ന കാരണം കുട്ടിക്ക് അംഗവൈകല്യങ്ങളോ അല്ലെങ്കിൽ ഓർമ്മ നഷ്ടപ്പെടുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ കേട്ടപ്പോൾ പേടിയായി. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ എന്നെ കൈവിടരുതെന്ന് പറഞ്ഞു ഞാൻ. എന്നിട്ട് ഞാൻ ഒന്നും കഴിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല 3 ദിവസം. സഡേഷൻ ചെയ്തെടുക്കുമ്പോൾ അവൾ, അമ്മ എനിക്ക് വിശക്കണു എന്ന് പറയും. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഒന്നും കൂടി സങ്കടമാവുള്ളായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അമ്മോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അമ്മേ, എൻ്റെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും അമ്മോട് എൻ്റെ മോള് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അതെങ്കിലും നീ കേൾക്കണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ രാത്രി മുഴുവൻ ഞാൻ ഉണ്ണിയുടെ അടുത്തിരുന്ന് കൊന്ത ചൊല്ലും. അപ്പോൾ അവിടെ സിസ്റ്ററിനോട് ചോദിക്കും, നിങ്ങൾ ഹിന്ദുക്കളല്ലേ, നിങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, രാത്രി മുഴുവൻ ഞാൻ ഈ കൊന്ത ചൊല്ലുന്നത് വിശ്വാസം ഉള്ളത് കൊണ്ടാണ്, എൻ്റെ മാതാവ് എൻ്റെ ഉണ്ണിക്ക് ഒന്നും വരുത്തില്ല എന്നുള്ള വിശ്വാസം ഉണ്ട് എനിക്കെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നോട് ഒരുപാട് പേര് എൻ്റെ ഉണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് ഞാൻ അറിഞ്ഞിട്ടും അറിയാതെ പേര് ഒരുപാട് പേര് കേട്ടറിഞ്ഞും ഒക്കെ എൻ്റെ ഉണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. 3-4 ദിവസം കഴിഞ്ഞ് എൻ്റെ ഉണ്ണിയിൽ അവൾക്ക് സഡേഷൻ മാറ്റി. ഫിക്സ് വരാണ്ടിരിക്കണം കണ്ടപ്പോൾ അവൾക്ക് സഡേഷൻ മാറ്റി. ഓർമ്മയിലേക്ക് വന്നവൾ ആദ്യം അച്ഛനെ അമ്മേനെ ഒക്കെ വിളിക്കാൻ തുടങ്ങി. പൂർണ്ണ സ്ഥിതിക്കായാലും ഓർമ്മയായില്ലെങ്കിലും അവൾ അമ്മ അച്ഛന്നൊക്കെ വിളിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് സമാധാനമായി. പിന്നെ അവൾ നടക്കാൻ നോക്കിയിട്ട് അവൾ നടക്കണില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി വിഷമമായി. എന്താ എൻ്റെ ഉണ്ണി നടക്കാത്തതെന്നുള്ളൊരു വിഷമം എനിക്ക് വന്നു. ആരോടും പറഞ്ഞില്ല ഞാൻ, എന്നാലും എൻ്റെ ഉള്ളിൽ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുട്ടിക്ക് ഇൻഫെക്ഷൻ തട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് വേറൊരു റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഉണ്ണീനെ. അവിടെ ഒരു ഡോക്ടർ വന്നിട്ട് ഇന്നെ കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് എറിഞ്ഞ് കൊടുത്ത് ഉണ്ണി തന്നെ നടന്ന് തുടങ്ങി. അതിന് മുന്നേ അത് ICUലായിരിക്കണ സമയത്ത് തന്നെ മാതാവിൻ്റെ കാശ് രൂപം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവളുടെ നെറ്റിയിലൊക്കെ പ്രാർത്ഥിക്കും. ഒരു ദിവസം പകൽ രാവിലെ ഡോക്ടർ വരുന്ന സമയത്ത് ഈ കാശ് രൂപം എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവിൻ്റെ കാശ് രൂപത്തുമ്പോൾ മഞ്ഞ വെളിച്ചം തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ തോന്നലായിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കാശ് രൂപം ഞാൻ മറച്ചു വെച്ചു. കാശ് രൂപം മറച്ചു വെച്ചപ്പോഴും പിന്നെ ഞാൻ നോക്കിയപ്പോഴും മഞ്ഞ കളർ തന്നെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവിടുത്തെ വെളിച്ചത്തിൻ്റെ ആണോ എന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ ഞാൻ പൊത്തി പിടിച്ചിട്ട് ഞാൻ പതുക്കെ സാധാരണ രീതി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി. അപ്പോഴും മഞ്ഞ വെളിച്ചത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മഞ്ഞ ചുരിദാർ ഇട്ടിട്ട് ഒരു ഡോക്ടർ
അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഡോക്ടറിൻ്റെ രൂപത്തിൽ എൻ്റെ മാതാവ് വരണതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നായിരുന്നു പ്രാർത്ഥിച്ചു. അപ്പോൾ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് കുട്ടീനെ വാർഡിലേക്ക് മാറ്റാമെന്ന് ആ ഡോക്ടർ വന്ന് പറഞ്ഞു. കാര്യമായിട്ടുള്ള പേടിക്കത്തക്ക ഫിക്സ് ഒന്നുമില്ല, ഇത് ഫിക്സ് വന്നിട്ട് കൺട്രോൾ ആവാത്തതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു എന്നോട് പേടിക്കണ്ട അമ്മ, പേടിക്കണ്ട, കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്ന് എന്നോട് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 9 മാസമായി അവൾക്ക് ഫിക്സ് വന്നിട്ട്. മാതാവ് മാറ്റി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഉണ്ണിക്ക് ഫിക്സ് വന്നതിന് ശേഷം ഞെട്ടലുണ്ടായിരുന്നു, ഉറങ്ങാനൊന്നും പറ്റില്ല. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാലൊരു ഞെട്ടൽ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ജോസഫ് അച്ഛനോട് കണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ഞെട്ടൽ പൂർണ്ണമായിട്ട് മാറി. പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കാര്യമാണ്. ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഭർത്താവിന് ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ജോലിക്ക് പോയാലും പൈസ അധികം ഉണ്ടായിരുന്നില്ല, അവിടുത്തെ ചിലവിന് മാത്രമുള്ള പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വന്ന് ഇവിടെ നിന്ന് 2 മാസം ഇവിടെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മാതാവേ എനിക്ക് ഇവിടെയൊക്കെ സാക്ഷ്യങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാൽ സാധിക്കുമെന്ന് ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 മാസം ഞാൻ ഹസ്ബൻഡ് 6-ാം തീയതി വന്നു. പിറ്റേ ഫെബ്രുവരി 6-ാം തീയതി തന്നെ ഹസ്ബൻഡിന് പുറത്തേക്ക് തന്നെ ജോലിക്ക് പോകണത്. അപ്പം ജോയ ആലുക്കാസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലേക്ക് നേരിട്ടാണ് ഹസ്ബൻഡ് വിളിച്ചു ചോദിച്ചു. ആരും റെക്കമെൻഡേഷനൊന്നും ഉണ്ടായില്ല. ഒരു നമ്പർ കിട്ടിയപ്പോൾ അതിലേക്ക് വിളിച്ച് ചോദിച്ചു. കുറച്ച് നാളായപ്പോൾ മറുപടി ഒന്നും കാണാനുണ്ടായില്ല, പറയാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. മറുപടി ഒന്നും വരാണ്ടായപ്പോൾ ചേട്ടനോട് ഒരു ദിവസം ചേട്ടൻ്റെ അമ്മ ഇരിക്കണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ചേട്ടൻ ഒന്നും ആൾക്ക് മെസ്സേജ് അയച്ച് നോക്ക്, എന്തെങ്കിലും പറയും ചിലപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താ ഇതുവരെയും ബയോഡേറ്റ അയക്കാണ്ടിരുന്നേന്ന് ചോദിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ബയോഡേറ്റയൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ വിസ അടിച്ചു വന്നു. അതിന് ടിക്കറ്റിന് പോകാനായിട്ട് പൈസ ഉണ്ടായില്ല, ടിക്കറ്റ് എടുക്കാനായിട്ട് പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 6-ാം തീയതിക്കുള്ള 7-ാം തീയതി നല്ല ഡേറ്റ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അമ്മ അവിടെ ഇരിക്കണ്ടേ, അമ്മ ഇരിക്കുന്ന ഒരു ദിവസം പറഞ്ഞു, നീ പ്രാർത്ഥിച്ചിട്ട് എന്താ കേൾക്കാണ്ടിരുന്നേ, 7-ാം തീയതി വരും എന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ എന്നൊക്കെ എന്നോട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കില്ല. അപ്പോൾ ഞാൻ മാതാവിനോട്, മാതാവേ നിന്നെ വിശ്വസിച്ചിട്ട് ഞാൻ പറഞ്ഞേ, മാതാവിനോട് 2 മാസം എല്ലാം റെഡിയാവും എന്ന് ഞാൻ അമ്മോട് പറഞ്ഞത്. അതെല്ലാം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, 2 മാസത്തിനുള്ളിൽ എല്ലാം റെഡിയാവുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അമ്മോട്. അപ്പം അമ്മ എന്നോട് കൂടെ തിരിച്ചു ചോദിച്ചു, എന്തിന് ഒരു അറിയിപ്പും കിട്ടിയില്ലല്ലോ. അപ്പം അമ്മ ചിരിച്ച് കളിയാക്കണ മട്ടിൽ അമ്മ ഒന്നും അധികം എന്തൊക്കെയോ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പോയി. അപ്പം ഞാൻ ചോദിച്ചത്, മാതാവേ എന്നെ ചതിച്ചാ, നീ എന്നെ ചതിക്കരിക്കോ? ഞാൻ അമ്മോട് പറയുകയും ചെയ്തു ഭർത്താവിന് ജോലി കിട്ടും, ഇങ്ങനെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടല്ലോ ഞാൻ എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിസ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ പറഞ്ഞില്ലേ മാതാവ് നമ്മളെ കൈവിടില്ല, വിസ വന്നിട്ടുണ്ടെന്ന് ഞാൻ അമ്മോട് പോയി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ടിക്കറ്റിന് കാശൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ണിക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് പൈസ, എല്ലാ ടെസ്റ്റുകളൊക്കെ നോർമലാണെങ്കിലും കാശുകളൊക്കെ കുറച്ച് പോയായിരുന്നു, കാശൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കയ്യിൽ. അത് കഴിഞ്ഞിട്ട് ടിക്കറ്റിനുള്ള കാശും നമ്മളെടുക്കേണ്ട വന്നു. ടിക്കറ്റ് എടുത്ത് 7-ാം തീയതി എന്നുള്ളത് ടിക്കറ്റ് റേറ്റ് കൂടിയ കാരണം മാധവ് പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തന്നു. 10-ാം തീയതിയാണ് ചേട്ടൻ പോയത്. മാധവ് ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ പറയാവുന്ന 3-ാമത്തെ സാക്ഷിയാണ്. എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ് ഞാൻ പറയണത്. എൻ്റെ അനിയത്തി നേഴ്സാണ്, BSc നേഴ്സാണ്. അവൾ ഡൽഹിയിലാണ്. OIT പഠിച്ചു പോകാനൊന്നും ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടായില്ല, കടങ്ങൾ ഒരുപാടുണ്ട്. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യാത്തതൊക്കെ, ആളെന്നാലും പണിക്കൊക്കെ പോവും. പിന്നെ അച്ഛൻ അങ്ങനെ പണിക്കൊന്നും പോവില്ല. അപ്പോൾ ഇവളൊക്കെ തരുന്ന തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ മാതാവിനോട് പറയും, മാതാവേ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കണം, നീ അവൾക്ക് എല്ലാവരും പഠിച്ച് പുറത്തേക്കൊക്കെ പോവും, എൻ്റെ അനിയത്തിക്ക് പോകാൻ കഴിയില്ല എന്ന് തോന്നണേ, വിദേശത്തേക്ക് അവൾക്ക് പോയാലേ ഞങ്ങളുടെ കടങ്ങളൊക്കെ വീടുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദിവസം അവൾക്ക് പെട്ടെന്ന് ഡൽഹിയിൽ അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൗദിയുടെ ഒരു ഇൻ്റർവ്യൂ വന്നു. അതിലവൾ പാസ്സായി. പക്ഷേ 2.5 ലക്ഷം രൂപ ഏജൻറ്റിന് കൊടുക്കണം. പിന്നെ പോകാനുള്ള ചിലവ് ഇതൊക്കെ നോക്കുമ്പോൾ ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ, 1 രൂപ പോലും എടുക്കാനില്ല ഞങ്ങളുടെ കയ്യിൽ. അപ്പം അവൾ എന്നെ പറഞ്ഞു,
വേണ്ട പോണ്ട, നമ്മുടെ കാശില്ലല്ലോ, ഇൻ്റർവ്യൂ പാസ്സായിരുന്നു, അത് പൊക്കോട്ടെ. അവൾക്ക് ഓഫർ ലെറ്റർ വരെ വന്നു. അവർ പറഞ്ഞു പൊക്കോട്ടെ. ഞാൻ അപ്പോൾ മാതാവിനോട്, മാതാവേ ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഞോയിട്ട് എഴുതി പഠിച്ചു പോകാനുള്ള പൈസ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, അമ്മ തന്നെ കാക്കണമെന്ന് പറഞ്ഞു. അപ്പം അമ്മയുടെ അനിയത്തി, രണ്ടാമത്തെ അനിയത്തി അവളോട് വിളിച്ചിട്ട് പറഞ്ഞു, നീ പൊക്കോ മോളെ, ചിറ്റ എങ്ങനെയെങ്കിലും പൈസ സംഘടിപ്പിച്ച് തരാം, നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇതുവരെയുള്ള എല്ലാ ചെലവ് ഡാറ്റ ഫ്ലോയ്ക്കാണെങ്കിലും ഒന്നിനൊന്നൊരു കറക്റ്റ് സമയത്തിന് പൈസ എത്തിക്കും മാതാവ്. ഒരു തടസ്സമില്ലാണ്ട് കറക്റ്റ് സമയത്ത് എല്ലാ കാര്യങ്ങളും നടന്നു. അവളിപ്പോൾ പോയി ഫസ്റ്റത്തെ മാസം സാലറി വന്നു. എല്ലാത്തിനും മാതാവിനോടും തിരുകുമാരനും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്.